Global Evangelization, Bible Subject Studies, Episode 2. പിതാവിൻ്റെ ഭവനത്തിലെ 50-ലേറെ വാസസ്ഥലങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ബൈബിൾ സബ്ജക്ട് സ്റ്റഡി സിംപ്ലിഫൈഡ്. ദൈവജനം ബിസ മാലാഖമാരോടൊപ്പം വ്യത്യസ്ത അളവിലും രീതിയിലും പങ്കുചേരുന്നു. ദൈവത്തിൻ്റെ ഛായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. ദൈവത്തിൻ്റെ ഛായയിലാണ് മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സാദൃശ്യം 4. സ്നേഹം, ആത്മാവ്, പ്രകാശം, വചനം. ദൈവസ്നേഹമാണ് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ദൈവ ആത്മാവാണ് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ദൈവപ്രകാശമാണ്. ദൈവം വചനമായിരുന്നു. വചനമാംസമായാണ് നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനായി. പിതാവിൻ്റെ ഭവനത്തിലെ 50-ലേറെ വാസസ്ഥലങ്ങൾ, 12-ലേറെ വ്യൂഹം ദൂതന്മാരെ, കാവൽ മാലാഖ, 2 മാലാഖമാർ, 3 പരിശുദ്ധ ദൂതന്മാർ, 4 ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ, 5 ദൈവദൂതന്മാർ, 6 സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും വിശുദ്ധ ദൂതന്മാർ, 8 മേഘാവർദ്ധന ശക്തനുമായ ദൂതൻ, 9 7 ദൂതന്മാർ, 10 പ്രധാന ദൂതനായ മിഖായേൽ, 11 സെറാഫുകൾ, 12 കെരൂബുകൾ, 12 ദൂതന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 100 ലക്ഷം കോടി മാലാഖമാർ, 13 പർദീസ, 'പർദീസയുടെ നിർവചനം. സ്വർഗരാജ്യം 14. സ്വർഗരാജ്യത്തിൻ്റെ നിർവചനം. ദൈവരാജ്യം. സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. പൗലോസ് പ്രതീക്ഷിച്ച സ്വർഗരാജ്യം. ഉത്തമ രക്ഷയാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം. 15 ബലിപീഠം. നിർവചനം. 16 പരിശുദ്ധർ. 17 വരാൻ പോകുന്ന മഹത്വം വലുതാണ്. 18 നന്മ ജീവൻ്റെ ഉയർപ്പിന്. 19 വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. സിംഹാസനസ്ഥൻ അവരെ സംരക്ഷിക്കും. ഇനിയൊരിക്കലും അവർക്ക് വിശക്കുക ദാഹിക്കുകയില്ല. കുഞ്ഞാടവരെ മേയിക്കും. 20 കുഞ്ഞാൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും വിജയം നേടിയവർ. 21 ദൈവത്തിൻ്റെ മക്കൾ.
22 പിതാവ് ദൈവത്തിൽ ആയിത്തീരുന്ന അവസ്ഥ. 23 യേശു ക്രിസ്തുവിൽ വസിച്ച് ദൈവത്തിൽ വസിക്കാനുള്ള വഴികൾ. 24 ദൈവത്തിൻ്റെ പുരോഹിതന്മാർ. മഹത്വത്തിൻ്റെ കിരീടം ലഭിക്കും. 24 ശ്രേഷ്ഠന്മാർ, 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പസ്തോലരും. ദൂതന്മാർ ഭക്ഷണം കഴിക്കുന്നില്ല, പാനീയം കുടിക്കുന്നുമില്ല. ഛായാദർശനമാണ് റഫായേൽ നൽകിയത്. ന്യായാധിപന്മാർ പുസ്തകത്തിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ദൂതൻ പറഞ്ഞു. ദൈവദൂതന്മാരുടെ അപ്പം എന്ന് മന്നായെ വിളിച്ചു. കർത്താവ് ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. ഉൽപ്പത്തി 18-ാം അധ്യായം. 3 വന്നപ്പോൾ എബ്രഹാം അവരെ എതിരേറ്റു. അങ്ങയുടെ ദാസനെ കടന്നു പോകരുത്. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. 3 ഇടങ്ങടി മാവെടുത്ത് കുഴിച്ച് അപ്പമുണ്ടാക്കി ഇളങ്കാളക്കുട്ടിയെ പിടിച്ച് പാകം ചെയ്യാൻ തുടങ്ങി. എബ്രഹാം എണ്ണയും പാലും പാകം ചെയ്ത് മൂരിയിറച്ചും വിളമ്പി. ദൈവം ദൂതന്മാരുടെ വേഷത്തിൽ ചെല്ലുന്നു. സോദോം ഗൊമോറയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നവരെ ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ദൈവരാജ്യം വരുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. നമ്മുടെ വിശ്വസ്ത പരീക്ഷിക്കാനായി വേറെ രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. മഗ്ദല മറിയം യേശുവിനെ കണ്ടു വേറൊരു രൂപത്തിൽ. തോട്ടക്കാരനാണെന്ന് അവൾ വിചാരിച്ചു. മറിയെന്ന് വിളിച്ചപ്പോൾ സ്വരം കേട്ട് അവൾ തിരിച്ചറിഞ്ഞു. പുനരുത്ഥാനം. ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. നിന്റെ ദൈവകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. മെച്ചപ്പെട്ട പുനരുത്ഥാനം. ദൈവം നമ്മുടെ വിശ്വസ്ത പരീക്ഷിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. അക്ഷയ സൂക്ഷ്മ ദീപ്ത ലഘുത്വ ശരീരം ലഭിക്കും. സമയം, ദൂരം, ദ്രവ്യം, ഊർജം. ജീവൻ്റെ ഉയർപ്പിന് ശേഷമുള്ള അവസ്ഥ. പിതാവിൻ്റെ ഭവനത്തിലെ 50-ലേറെ വാസസ്ഥലങ്ങൾ. ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ. മൂന്ന് എപ്പിസോഡിൽ തുടരും.